ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൻബ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മൻബ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇതൊരു ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഇവർ മെയിനായിട്ടും കൊടുക്കുന്നത് ഓട്ടോമൊബൈൽ സെക്ടർ, അതായത് 2 വീലർ 3 വീലർ 4 വീലർ അങ്ങനെയുള്ള വണ്ടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലോണുകളാണ് ഇവർ മെയിനായിട്ട് കൊടുക്കുന്നത്. അത് നമുക്കറിയാം സെക്യൂർഡ് ആയിട്ടുള്ള സെഗ്മെൻ്റാണ്, സെക്യൂർഡ് ആയിട്ടുള്ള ലോണാണ്. അപ്പം 2 വീലർ വാങ്ങാനും അതുപോലെ തന്നെ 4 വീലറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലോണുകളാണ് ഇവർ മെയിനായിട്ടും കൊടുക്കുന്നത്. പിന്നെ ഇത് കൂടാതെ 10% അടുത്ത് അവരെന്തും കൊടുക്കുന്നുണ്ട്, യൂസ്ഡ് കാർ ലോൺസ്, അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലോൺസ് കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ ലോൺസ് കൊടുക്കുന്നുണ്ട്, സ്മോൾ ബിസിനസ് ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള അൺസെക്യൂർഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ വളരെ കുറഞ്ഞ എക്സ്പോസർ മാത്രമേ നമ്മുടെ ഈ ഒരു കമ്പനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ അൺസെക്യൂർഡ് ആയിട്ടുള്ള ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പം പിടിച്ചൊരു ലെൻഡിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം കിട്ടുവാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതായത് ഈ ആൾക്കാർ ഈ പറയുന്ന പേഴ്സണൽ ലോണ് അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് ലോണൊക്കെ എടുക്കുന്ന ആൾക്കാർ പ്രോപ്പറായിട്ട് തിരിച്ചടവ് കൊടുക്കുകയാണെങ്കിൽ മാർജിൻ കൂടുതലുള്ളത് കൊണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. പക്ഷേ എങ്ങാനും അത് മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഉൾട്ടയാവുകയും ചെയ്യും. അതായത് അതിൻ്റെ ഗുണത്തിൻ്റെ നേരെ വിപരീതം ദോഷമായി മാറുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഈ പറയുന്ന അൺസെക്യൂർഡ് ലെൻഡിങ്ങിൽ വരുന്നത്. പക്ഷേ നമ്മുടെ മൻബ ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം 10% അടുപ്പിച്ച് മാത്രമേ ഈ പറയുന്ന അൺസെക്യൂർഡ് കാറ്റഗറിയിൽ അവർ ലോൺ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നല്ല കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സെക്യൂർഡ് കാറ്റഗറിയിലാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ അൺസെക്യൂർഡ് കാറ്റഗറിയിൽ ലോൺ കൊടുത്ത് കഴിയുമ്പം ആൾക്കാർ തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാരുണ്ടാവും. അതായത് പൈസ എന്തായാലും ഇവർ മുടക്കില്ല, ഈ പൈസ തിരിച്ച് കിട്ടും എന്നുള്ള അങ്ങനത്തെ കുറേ കസ്റ്റമേഴ്സിന് മാത്രം ലോൺ കൊടുക്കുന്ന കമ്പനികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. അതായത് അവർ കൊടുത്തേക്കുന്ന ഈ ലോണുകളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടണം, കൃത്യമായിട്ട് തന്നെ അടവ് മുടങ്ങാതെ പൈസ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. അങ്ങനെ അൺസെക്യൂർഡ് കാറ്റഗറിയിൽ എക്സ്പോസർ കൂടുതൽ ഉണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സെക്ടറും അതേപോലെ അൺസെക്യൂർഡ് കാറ്റഗറിയിലുള്ള ആ ഒരു ലെൻഡിങ്ങിലൊക്കെ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട സിറ്റുവേഷനാണ്. ഇതിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇത്രയും കാലം. ഈ ഡിസംബർ മാസത്തിലൊക്കെ വളരെ മോശമായിരുന്നു. ഇനി ഈ കഴിഞ്ഞ ക്വാർട്ടറിലാണെങ്കിലും ഒന്ന് മെച്ചപ്പെട്ടു എന്ന് വേണം പറയാൻ, അല്ലെ? മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ക്വാർട്ടറിലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതേപോലുള്ള മൈക്രോ ഫിനാൻസ് സെക്ടറിലൊക്കെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇപ്പോഴാണ്, അല്ലേ? നമ്മുടെ അർമാൻ ഫിനാൻസിൻ്റെ ഒക്കെ റിസൾട്ട് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അൺസെക്യൂർഡ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് സെക്ടറിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ ഡിസംബറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം മെച്ചപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അർമാൻ ഫിനാൻസ് ആണെങ്കിലും അവരെന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ക്വാർട്ടർ മുതൽ ഡിസ്പേഴ്സ്മെൻ്റ് ഒക്കെ കൂട്ടാൻ പോവുകയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ മൻബ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് അൺസെക്യൂർഡ് കാറ്റഗറിയിൽ വെറും 10% മാത്രമേ എക്സ്പോസർ വരുന്നുള്ളൂ. 90% അവർ സെക്യൂർഡ് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ ഫിനാൻസ് സെക്ടറിൽ ഇപ്പം നല്ല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പുഷൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ഈ ഒരു സെക്ടർ ഇത്രയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, റേറ്റ് കട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം വന്നിരിക്കുന്ന GST റിഫോംസ് ഒക്കെ വന്നല്ലോ, അല്ലെ? GST സ്ലാബുകളിലൊക്കെ ഡിഫറൻസ് വന്നു. നല്ല രീതിയിലുള്ള ബെനിഫിറ്റാണ് ഓട്ടോമൊബൈൽ സെക്ടറിൽ വരാൻ വേണ്ടി പോകുന്നത്, അല്ലേ? ഇൻഡയറക്റ്റ് ആയിട്ട് ബാങ്കിങ് സെക്ടറിനും ഈ പറയുന്ന ഫൈനാൻഷ്യൽസിനൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള രീതിയിലാണ് GST റിഫോം ഈയിടെയായിട്ട് പ്രഖ്യാപിച്ചത് ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിന് എസ്പെഷ്യലി നല്ലൊരു ഇമ്പോർട്ടൻസ്, അല്ലെ? 28% എന്നുള്ളത് ഇപ്പം 18% കുറയല്ലേ GST. അപ്പോൾ അത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആർക്ക്, ഈ പറയുന്ന ഓട്ടോമൊബൈൽ സെക്ടറിൽ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ GSTയിലുള്ള ആ ഒരു എന്താ പറയുക ഇളവ് വരുന്നതോടുകൂടെ നമ്മുടെ മൻബ ഫിനാൻസ് പോലുള്ള കമ്പനികൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ആൾക്കാർ കൂടുതലായിട്ട് എന്ത് ചെയ്യും, 2 വീലേഴ്സൊക്കെ വാങ്ങാൻ വേണ്ടി തുടങ്ങും. ഇപ്പം തന്നെ നിങ്ങൾ ആ ഒരു നിഫ്റ്റി ഓട്ടോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഷൂട്ടപ്പ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഓട്ടോമൊബൈൽ സെക്ടറിന് നല്ല രീതിയിലുള്ള പുഷാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ട് വരാൻ പോകുന്നൊരു കമ്പനിയാണ് നമ്മുടെ മൻബ ഫിനാൻസ്. അതാണ് മൻബ ഫിനാൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി നമ്മുടെ മൻബ ഫിനാൻസിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വന്നിട്ട് എത്രയാണ് വരുന്നതെന്ന് അറിയാമോ? 1.91 അല്ലെ 1.91% ആണ് പ്രൈസ് ടു ബുക്ക്.
അപ്പം വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് മൻബ ഫിനാൻസ് ഇപ്പം നിൽക്കുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെറും 701 കോടി രൂപയാണ്. ചെറിയൊരു കമ്പനിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള സ്കോപ്പ് ഭാവിയിലേക്ക് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൊത്തം 6 സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ കമ്പനി ഉള്ളത് കേട്ടോ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇവർ മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ തന്നെ മധ്യപ്രദേശ്. ഈ 4 സംസ്ഥാനങ്ങളിലാണ് മെയിനായിട്ടും ഇവരുള്ളത്. പിന്നെ ഈ ഇടയായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ UP ഈ 2 സ്ഥലങ്ങളിലും ഇവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പം എക്സ്പാൻഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. ഇനി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ UP എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ ഇനി ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ കമ്പനിയുടെ ഫ്രണ്ടിൽ ഉള്ളത് അല്ലെ. ഛത്തീസ്ഗഡ് UP ഈ 2 സ്ഥലങ്ങളിലും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 4 സ്റ്റേറ്റിലും ഇനിയും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പനി ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇനി കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ലോണുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അത് 1 മിനിറ്റിൻ്റെ താഴെ മതി അവർക്ക് ലോൺ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് 1 മിനിറ്റിൻ്റെ അകം തന്നെ അവർ എന്ത് ചെയ്യും? ഈ പറയുന്ന ആൾക്ക് പൈസ കൊടുക്കും. അല്ലെങ്കിൽ ഈ വണ്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പൈസ അവർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് 60% അവരുടെ ലോണിൻ്റെ 60% അവർ 1 മിനിറ്റ് ടൈമിൻ്റെ ഉള്ളിലാണ് തീർപ്പാക്കുന്നത്. അപ്പോൾ ഈ Q1 റിസൾട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 43% AUM ഗ്രോത്താണ് കമ്പനി കൊണ്ടുവന്നത്. പക്ഷേ കമ്പനി ഇനി ഭാവിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 30 മുതൽ 35% ഗ്രോത്താണ് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. 35 മുതൽ 40% ഗ്രോത്ത് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഞങ്ങൾ 30 മുതൽ 35% ഗ്രോത്ത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്നാണ് കമ്പനി തീർത്തും പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അവർ കൊണ്ടുവന്നിരിക്കുന്നത് 43% AUM ഗ്രോത്ത് ആണ്. പിന്നെ അതേപോലെ തന്നെ അവരുടെ നിംസും അതുപോലെ തന്നെ, നിംസ് എന്ന് പറയുന്നത് എന്താ? നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. അപ്പോൾ ഈ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ചെറുതായൊരു കമ്മി ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈയിടെയായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? RBI ഇൻട്രസ്റ്റ് റേറ്റിൽ കട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി എന്ത് ചെയ്തു? ഈ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള റിഡക്ഷൻ കസ്റ്റമേഴ്സിന് പാസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ കുറഞ്ഞ ഇൻട്രസ്റ്റ് മാത്രം നമ്മുടെ കമ്പനിക്ക് പേ ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ലോൺ കൊടുക്കുന്നത് 2 വർഷത്തേക്കാണ്. 2 വർഷം കാലാവധിയോട് കൂടിയാണ് മാക്സിമം ലോണുകളും ഇവർ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. നമുക്കറിയാം ഇനി മുന്നോട്ട് പോകുമ്പോഴും എന്തുണ്ടാവാൻ പോവാണ്? ഇൻട്രസ്റ്റ് റേറ്റിൽ കട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ കട്ട് വന്നു കഴിഞ്ഞാലും ആ ബെനിഫിറ്റ് ഈ കസ്റ്റമറിന് കിട്ടില്ല. പിന്നെ നമ്മുടെ മൻബ ഫിനാൻസ് എവിടെ നിന്നാണ് അവർക്ക് ഫണ്ട് കിട്ടുന്നത് അല്ലേ? കസ്റ്റമേഴ്സിന് ഇവർ ലോൺ കൊടുക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷേ ഈ മൻബ ഫിനാൻസിന് പൈസ കൊടുക്കാൻ വേണ്ടി വേണ്ടേ? അവർക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടുന്നത്? ഈ പറയുന്ന പോലെ തന്നെ ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് NBFCസിൽ നിന്നൊക്കെ ഈ പറയുന്ന മൻബ ഫിനാൻസ് പൈസ എടുക്കുന്നുണ്ട് ഈ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൻബ ഫിനാൻസിന് ഇപ്പം എന്ത് കിട്ടുന്നില്ല? ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് അല്ലെ, ഇൻട്രസ്റ്റ് റേറ്റിൽ വന്നേക്കുന്ന ആ കട്ടിൻ്റെ ബെനിഫിറ്റ്സ് ഈ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ NBFCസിൽ നിന്നൊന്നും ഇപ്പം അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ വരുന്ന ക്വാർട്ടറൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് എന്ത് കിട്ടിത്തുടങ്ങും? ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടിത്തുടങ്ങും. അങ്ങനെ കിട്ടിത്തുടങ്ങുന്നത് കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമ്പം ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒന്നും കൂടെ ഇമ്പ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടർ 10 മുതൽ 12% ഗ്രോത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ 10 മുതൽ 12% ഗ്രോത്ത് ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൻബ ഫിനാൻസ് ഉണ്ടാക്കുന്ന ഗ്രോത്ത് വന്നിട്ട് എത്രയാണ്? 35% AUM ഗ്രോത്ത് അല്ലേ. അതായത് ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മുതൽ 12% ഗ്രോത്ത് മാത്രമേ ഉള്ളൂ ഓട്ടോമൊബൈൽ സെക്ടറിൽ. പക്ഷേ നമ്മുടെ കമ്പനി എത്രയാണ് കൊണ്ടുവരുന്നത്? 35% AUM ഗ്രോത്താണ് കമ്പനി പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടുതൽ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പമുള്ള ഈ സ്ഥലങ്ങളിൽ നിന്നും വ്യാപിച്ച് പുതിയ സ്ഥലത്തോട്ട് ഇവർ പുതിയ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി എന്ത് ചെയ്യാണ്? കൂടുതൽ കസ്റ്റമേഴ്സിലോട്ട് ഇവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിലോട്ട് എത്തുന്ന വഴിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇൻഡസ്ട്രീനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ വളർന്ന് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കമ്പനി പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ UP ഈ 2 സ്ഥലങ്ങളിലുമാണ് അവർ മെയിനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഓരോ വർഷവും ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? പുതിയ ബ്രാഞ്ചുകൾ ഇടും. അങ്ങനെ ബ്രാഞ്ചുകൾ ഇടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് ഇവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ ഓട്ടോമൊബൈൽ സെക്ടറിനേക്കാൾ കൂടുതൽ വളർച്ച ഇവർ കൊണ്ടുവരുന്നത്. ഇത് അവരുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അൺസെക്യൂർഡ് കാറ്റഗറിയിൽ അവർ ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ അൺസെക്യൂർഡ് കാറ്റഗറിയിൽ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ലോൺ കൊടുക്കുള്ളൂ എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൺസെക്യൂർഡ് കാറ്റഗറിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? 2-3 ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2-3 ബ്രാഞ്ചുകളിൽ അവരെന്ത്
ചെയ്യുന്നുണ്ട്? ആൾക്കാർക്ക് ലോണുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്ത് കിട്ടും? കൂടുതൽ മാർജിൻ കിട്ടും. അങ്ങനെ കൂടുതൽ മാർജിൻ കിട്ടുമ്പം അതും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഒരു ഓവറോൾ മാർജിൻ ഇമ്പ്രൂവ്മെൻറ്റിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഈ ഒരു കോൺ കോൾ കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി എന്ത് സംഭവിച്ചത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു GST കട്ടും കൂടെ വന്നേക്കുന്നത്. അപ്പോൾ അതും കൂടെ വന്നു കഴിയുമ്പം തീർച്ചയായിട്ടും കമ്പനിക്കത് പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കാനുള്ള ചാൻസസ് ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ബാങ്കിൽ നിന്നും നമ്മുടെ കമ്പനിക്ക് വരുന്ന ക്വാർട്ടറിൽ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും എന്ത് സംഭവിക്കും? ഒരു മാർജിനിലൊക്കെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ ഈ UP അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലൊക്കെ കമ്പനി പുതുതായിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് അവർ വന്നേക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വെച്ചേക്കുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ലോണുകളൊക്കെ ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പുതിയ സ്ഥലങ്ങളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചേക്കുന്നത്. കാരണം ബ്രാഞ്ചുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇടുമല്ലേ. അപ്പം അത്രയും അറിയുന്ന ആൾക്കാരെ വെച്ചാൽ മാത്രമല്ലേ കാര്യങ്ങൾ റെഡി ആവുള്ളൂ. അല്ലെങ്കിൽ ബാഡ് ലോൺസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് മാറും. ഇപ്പം വന്നേക്കുന്ന റിസൾട്ടിൽ ഞാൻ കണ്ടേക്കുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ GNPA നമ്പർ ചെറുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ GNPA നമ്പർ വർദ്ധിക്കാൻ കാരണം എന്താണ്? ആൾക്കാർക്ക് കൃത്യമായിട്ട് ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ GNPA റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്ടറിലുള്ള ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിൻ്റെയും കേസ് ഇതേപോലെ തന്നെയാണ്. അതായത് GNPA നമ്പേഴ്സ് എല്ലാ കമ്പനികൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ഇന്ത്യ ഷെൽട്ടർ പോലുള്ള കമ്പനികൾക്ക് വരെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ ഒരു ക്വാർട്ടറിൽ ചെറിയ രീതിയിലുള്ള ആ ഒരു GNPA നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ GNPA നമ്പേഴ്സ് വെച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം നല്ല രീതിയിലുള്ള മഴ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ തരത്തിലുള്ള പുഷ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ആൾക്കാരുടെ കയ്യിലോട്ട് കൂടുതൽ പൈസ വരാൻ വേണ്ടി പോവുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാലം എങ്ങനെയായിരുന്നു? ഇത്രയും കാലം RBI വരിഞ്ഞു മുറുക്കിയേക്കായിരുന്നു അല്ലേ. അതായത് ഇൻഫ്ലേഷനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് അവർ വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ ആൾക്കാരുടെ കയ്യിലോട്ട് പൈസ മാക്സിമം റെഡ്യൂസ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു ഇത്രയും കാലം ചെയ്തത്. അതിൻ്റെ ഓപ്പോസിറ്റ് പരിപാടി എന്ത് ചെയ്തു? ഇപ്പം നമ്മുടെ ഗവൺമെൻറ് തുടങ്ങിക്കഴിഞ്ഞു, RBI ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട്, അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇനി വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു മൊത്തത്തിൽ അല്ലേ സീസൺ വൈസ് നോക്കുകയാണെങ്കിലും മഴയൊക്കെ കിട്ടിയത് കാരണം തന്നെ ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ട്. ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പം ആൾക്കാർ എന്ത് ചെയ്യും? നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യും അല്ലേ. ഈ പറയുന്ന ലോണുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ അവർ തിരിച്ചടയ്ക്കും. ഓട്ടോമൊബൈൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ, വാഹനം അങ്ങനത്തെ സാധനങ്ങളൊക്കെ, വീട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാർ കൂടുതലായിട്ടും ഉത്സാഹം കാണിക്കാൻ വേണ്ടി വരുന്ന സമയമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. GNPA നമ്പേഴ്സ് ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കുറഞ്ഞു വരാനാണ് ചാൻസ് അല്ലേ. ഞാൻ പറയുന്നത് മൊത്തം ഇൻഡസ്ട്രീനെ പറ്റിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ബാങ്കോ അല്ലെങ്കിൽ NBFCസിനെ പറ്റിയിട്ടൊന്നുമല്ല. മൊത്തത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലേ. മൊത്തത്തിൽ എന്താവാൻ വേണ്ടി പോവുകയാണ്? ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സൈഡ് വേസ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് വേസ് ട്രെൻഡ് കഴിഞ്ഞാൽ അടുത്ത് വരാൻ വേണ്ടി പോകുന്നത് ആക്ച്വൽ ബുൾ റണ്ണാണ്. അങ്ങനത്തെ ഒരു ബുൾ റൺ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു Q1 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 to 35% ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? അവരുടെ 43% ആണ് AUM ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ AUM ഗ്രോത്ത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കുറച്ച് കുറവാണ്. പക്ഷേ 30 to 35% എന്ന് പറയുന്നത് വളരെ നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് മിസ്സായിട്ടുണ്ട്. എന്നാലും ഈ പറയുന്ന 30 to 35% നല്ലൊരു ഗ്രോത്ത് റേറ്റ് തന്നെയാണ്. പിന്നെ കമ്പനി പറയുന്ന വേറൊരു കാര്യം, അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടി പോവുകയാണ്. ആ ഇമ്പ്രൂവ്മെൻറ്റും തീർച്ചയായിട്ടും അവർക്ക് എന്ത് സംഭവിക്കും? അവരെടുക്കുന്ന ലോണുകളിൽ ഇൻട്രസ്റ്റ് കുറയും. അതായത് നമ്മുടെ മൻബാ ഫിനാൻസ് മറ്റുള്ള ബാങ്കുകളിൽ നിന്നല്ലേ പൈസ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പൈസയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ വേണ്ടി പോവുകയാണ്. എന്താ കാരണം? അവരുടെ ആ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ്സിന് ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടി പോകുന്നത് കൊണ്ട്. അപ്പം അതും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കമ്പനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാർജിൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FY27 ആകുമ്പോഴത്തേക്കും PAT പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കമ്പനിക്ക് എത്ര എത്തിക്കണം? 100 കോടി രൂപ. 100 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കമ്പനി. FY27 ആകുമ്പോഴത്തേക്കും ഈ ഒരു അച്ചീവ്മെൻറ്റ് എത്തിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കമ്പനി ഇപ്പം ഗൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 കോടി രൂപയുടെ ഒരു അതർ ഇൻകം ഈ ക്വാർട്ടറിൽ അവർക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് ആക്ച്വലി അവരുടെ ഒരു മെച്ചുവർ ആയിട്ടുള്ള LIC പോളിസിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതിന് വരുന്ന ക്വാർട്ടറിലൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നുമില്ല. കമ്പനി ഇപ്പം മെയിനായിട്ടും കൊടുക്കുന്നത് 2 വീലർ ലോണാണ്. ഏകദേശം 82% അവർ
കൊടുക്കുന്നത് 2 വീലർ ലോണാണ്. അപ്പം ഭാവിയിൽ അവരിത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്. 70% ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കമ്പനിക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ അൺസെക്യൂർഡ് കാറ്റഗറിയിൽ അവർ ഏകദേശം 10% ഒരിക്കലും കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതിനെ 10% എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അൺസെക്യൂർഡ് കാറ്റഗറിയിലുള്ള ലെൻഡിങ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യുവേഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇനി വരാൻ പോകുന്നത് ബുൾ മാർക്കറ്റാണ്. ആ ബുൾ മാർക്കറ്റിൽ പെർഫോം ചെയ്യാനുള്ള ഒരു കാറ്റഗറി തന്നെയാണ് ഫൈനാൻഷ്യൽ സെക്ടർ, NBFC. ഇനി ഓട്ടോ സെക്ടർ ആണെങ്കിലും നല്ല രീതിയിൽ വളരാൻ വേണ്ടി പോവാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പുഷ് ഈ സെക്ടറിലും ഉണ്ട്. അപ്പോൾ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കേണ്ട, ഇത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.